പ്രജകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി രാജ്യം ഭരിക്കുന്ന ഒരു രാജാവ്. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നത് അതീവ ബുദ്ധിമാനായ ഒരു മന്ത്രിയും. രാജ്യകാര്യങ്ങളിൽ കൃത്യമായ ഉപദേശം കൊടുത്ത് രാജാവിനെ നേർവഴിക്ക് നയിച്ചിരുന്നത് മന്ത്രിയായിരുന്നു. രാജാവിൻ്റെ ഏറ്റവും വലിയ ബലവും ഈ മന്ത്രി തന്നെയായിരുന്നു. രാജാവും മന്ത്രിയും എന്നതിനപ്പുറം രണ്ടുപേരും നല്ല ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. പരസ്പരം എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം രണ്ടുപേർക്കുമിടയിലും ഉണ്ടായിരുന്നു. ഒരു ദിവസം രാജ്യനന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് രാജാവും മന്ത്രിയും കൂടിയാലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മന്ത്രി ഒരു ആലോചന രാജാവിനോട് പറഞ്ഞു. മന്ത്രി എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന രാജാവ് പക്ഷേ മന്ത്രി പറഞ്ഞ ആ കാര്യത്തിനെ എതിർത്തു. അവസാനം മന്ത്രിയും രാജാവും തമ്മിൽ വാഗ്വാദമായി. രാജാവാണെന്ന് കരുതി വിട്ടുകൊടുക്കാൻ മന്ത്രിയും തയ്യാറായില്ല. തർക്കിച്ച് പരസ്പരം വഴക്കടിച്ച് മന്ത്രിയുടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം മന്ത്രി കൊട്ടാരത്തിലേക്ക് പോയില്ല. തലേ ദിവസം ഉണ്ടായ പ്രശ്നത്തിൽ വീണ്ടും ഒരു സംസാരം വന്നാലോ? അങ്ങനെയുണ്ടായാൽ രാജാവിനും തനിക്കും ഇടയിലുള്ള സൗഹൃദത്തിൽ വിള്ളലുണ്ടായാലോ എന്ന് മന്ത്രി ഭയപ്പെട്ടു. അത്യാവശ്യമായി അയൽനാട്ടിലേക്ക് പോവുകയാണ് എന്ന് രാജാവിന് സന്ദേശമയച്ച ശേഷം മന്ത്രി ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാം എന്ന് കരുതി ജനങ്ങൾക്കിടയിലേക്ക് ചെന്നു. ഓരോരോ നഗരങ്ങളായി ചുറ്റിത്തിരിഞ്ഞ് അവസാനം നൃത്തത്തിനും സംഗീതത്തിനും പേരുകേട്ട ഒരു നഗരത്തിൽ എത്തിച്ചേർന്നു. പാട്ടും നൃത്തവും ആസ്വദിക്കാം എന്ന് കരുതി അന്നവിടെ തങ്ങാൻ തീരുമാനിച്ചു. ആ സമയത്താണ് ഉച്ചത്തിലുള്ള വിചിത്രമായ ഒരു അറിയിപ്പ് മന്ത്രിയുടെ കാതിൽ വീണത്. ഒരു ഉപദേശം, 100 വെള്ളി നാണയം. ഈ ആനുകൂല്യം ഇന്നത്തേക്ക് മാത്രം. മന്ത്രി നേരെ അയാളുടെ അരികിലെത്തി. അയാൾ പറയുന്ന വിളംബരത്തെക്കുറിച്ച് വിശദമായി ചോദിച്ചു. അതിന് അയാൾ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമായ 3 ഉപദേശങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. 300 വെള്ളി നാണയങ്ങൾ എനിക്ക് തന്നാൽ ആ 3 ഉപദേശങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. എന്തായിരിക്കും ഇത്രയും വിലയുള്ള ആ ഉപദേശം? എന്നാൽ പിന്നെ ഒന്ന് കേട്ടിട്ട് തന്നെ കാര്യം. മന്ത്രിയും തീരുമാനിച്ചു. 100 വെള്ളി നാണയങ്ങൾ അയാൾക്ക് കൊടുത്തു. എന്നിട്ട് ഒരു ഉപദേശം പറയാൻ പറഞ്ഞു. ആദ്യത്തെ ഉപദേശം കേട്ടപ്പോൾ തന്നെ വീണ്ടും 200 വെള്ളി നാണയങ്ങൾ നൽകി മറ്റ് 2 ഉപദേശങ്ങളും കേട്ട് മനസ്സ് തൃപ്തിയോടെ മന്ത്രി അപ്പോൾ തന്നെ അവിടെ നിന്ന് മടങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കാനിരുന്നു. ആ സമയം അതുവഴി കുതിരപ്പുറത്ത് വന്ന ഒരാൾ മന്ത്രിയെ കണ്ടു. അയാൾ മന്ത്രിയുടെ അടുത്ത് ചെന്ന് മന്ത്രിയോട് ചോദിച്ചു, മഹാനായ മന്ത്രി, അങ്ങേക്കെന്നെ മനസ്സിലായോ? അയാൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പടത്തലവനായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. ജോലിയോടുള്ള ആത്മാർത്ഥതയും കാര്യപ്രാപ്തിയും ബുദ്ധി സാമർഥ്യവും കണ്ട് ചക്രവർത്തി തന്നെ ഒരു ചെറിയ രാജ്യത്തിൻ്റെ രാജാവായി അയാളെ നിയമിച്ചു. അതുകൊണ്ട് മന്ത്രിക്ക് അയാളെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. രാജാവിനും മന്ത്രിയുടെ ബുദ്ധി സാമർഥ്യത്തെക്കുറിച്ച് നന്നായിട്ടറിയാം. കുറച്ചു ദിവസം തന്നോടൊപ്പം താമസിച്ച് തൻ്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ തരണമെന്ന് രാജാവ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. മന്ത്രിയും സമ്മതിച്ച് രാജാവിനോടൊപ്പം പോയി. കുറച്ച് ദിവസങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഒരു ദിവസം മന്ത്രി ഉദ്യാനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊട്ടാരത്തിലെ കാവൽക്കാരിൽ ഒരാളും അന്തപുരത്തിലെ ഒരു സ്ത്രീയും ചേർന്ന് അളവിൽ കൂടുതൽ മദ്യം കുടിച്ച് ഒരു കുറ്റിക്കാടിനടുത്ത് ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടു. മന്ത്രി വന്നതോ അവരെ കണ്ടതോ ഒന്നും അവരറിഞ്ഞില്ല. അവരുടെ ദയനീയാവസ്ഥ കണ്ട മന്ത്രി താൻ അണിഞ്ഞിരുന്ന ഷാൾ എടുത്ത് അവരെ പുതപ്പിച്ചു. കൊട്ടാരത്തിലെ മറ്റൊരു അധികാരിയോട് ഈ വിഷയം സൂചിപ്പിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് ബോധം തിരിച്ചു കിട്ടിയ കാവൽക്കാരനും സ്ത്രീയും തങ്ങളെ പുതപ്പിച്ചിരിക്കുന്ന വില കൂടിയ ഷാൾ കണ്ട് ഭയന്നുപോയി. ഈ ഷാൾ ആരാണ് പുതപ്പിച്ചതെന്ന് തങ്ങൾക്കറിയില്ല. പക്ഷേ ഇത് പുതപ്പിച്ച ആൾ രാജാവിനോടെങ്ങാനും ഈ വിവരം ചെന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഗതി അധോഗതിയാവും. ഇങ്ങനെ രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് കൊട്ടാരത്തിലെ അധികാരി അവിടേക്ക് വന്നത്. കാവൽക്കാരൻ്റെ ഉറ്റ സുഹൃത്തായ അധികാരി മന്ത്രി പറഞ്ഞതെല്ലാം അവരോട് പറഞ്ഞു. മന്ത്രി ഈ വിവരം പറയാൻ രാജാവിനെ കാണാൻ പോയിരിക്കുകയാണ് എന്ന ഒരു കള്ളവും ചേർത്ത് പറഞ്ഞു. ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് കരുതിയ അവർ
മന്ത്രി രാജാവിനെ കാണുന്നതിന് മുൻപ് നമുക്ക് കാണണം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി. അന്തഃപുരത്തിലെ സ്ത്രീ നേരെ രാജാവിൻ്റെ മുന്നിൽ ചെന്ന്, മഹാരാജാവേ, അന്തഃപുരത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ സമ്മതമില്ലാതെ ബലപ്രയോഗത്തിലൂടെ മന്ത്രി എന്നെ നശിപ്പിച്ചു. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ഈ ഷാൾ. ഇങ്ങനെയൊരു കള്ളപ്പരാതി രാജാവിന് മുന്നിൽ ആ സ്ത്രീ പറഞ്ഞു. മന്ത്രി ഉപയോഗിക്കുന്ന ഷാൾ ഈ സ്ത്രീയുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായും മന്ത്രിക്ക് ഇതുമായി ബന്ധമുണ്ടാകും എന്ന് വിചാരിച്ച രാജാവ് ആ സ്ത്രീ പറയുന്നത് വിശ്വസിച്ചു. മന്ത്രിയോട് ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ചോദിക്കാതെ ഒരു ഓലയിൽ എന്തോ എഴുതി ഈ രഹസ്യ ഓല സേനാധിപതിയുടെ കയ്യിൽ കൊടുക്കാൻ മന്ത്രിയോട് രാജാവ് ആവശ്യപ്പെട്ടു. മന്ത്രി സേനാധിപതിയുടെ കയ്യിൽ ഓല കൊടുക്കാൻ പോകുന്ന സമയത്ത് ആ കൊട്ടാരത്തിലെ പാചകക്കാരനെ മന്ത്രി കണ്ടു. പാചകക്കാരൻ മന്ത്രിയോട് പറഞ്ഞു, ഇന്ന് എൻ്റെ വീട്ടിൽ വിരുന്നുണ്ട്, അങ്ങ് തീർച്ചയായും വരണം എന്ന്. വിരുന്നിന് പോകുന്നതൊക്കെ ഒരു വലിയ കാര്യമാണോ? പോയാൽ എന്താ, പോയില്ലെങ്കിൽ എന്താ എന്ന് ആലോചിക്കുമ്പോഴാണ് രണ്ടാമത്തെ ഉപദേശം മന്ത്രിക്ക് ഓർമ്മ വരുന്നത്. രാജാവ് കൊടുത്ത രഹസ്യ ഓല കയ്യിലുണ്ട്, ഇത് എത്രയും പെട്ടെന്ന് സേനാധിപതിയെ ഏൽപ്പിക്കണം എന്ന് പാചകക്കാരനോട് മന്ത്രി പറഞ്ഞു നിൽക്കുമ്പോഴാണ് കാവൽക്കാരൻ അവിടേക്ക് വന്നത്. അയാളെ കണ്ടതും പാചകക്കാരൻ പറഞ്ഞു, ഇയാൾ എൻ്റെ വിശ്വസ്തനാണ്, സേനാധിപതിയുടെ കയ്യിൽ ഈ ഓല ഭദ്രമായി ഇയാളെ ഏൽപ്പിക്കും. ഇത്രയും പറഞ്ഞ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് ആ ഓല വാങ്ങി കാവൽക്കാരനെ അയാളെ ഏൽപ്പിച്ചു. അതും വാങ്ങി കാവൽക്കാരൻ അവിടെ നിന്നും പോയി. വിരുന്ന് ആഘോഷമായി നടന്നു. പാചകക്കാരനാണെങ്കിലോ മന്ത്രി വന്ന സന്തോഷത്തിലാണ്. വരുന്നവർക്കെല്ലാം മന്ത്രിയെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോഴാണ് രണ്ടാമത് കിട്ടിയ ഉപദേശം എത്രത്തോളം സത്യമാണ് എന്ന് മന്ത്രിക്ക് മനസ്സിലായത്. വിരുന്നെല്ലാം കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും അവിടേക്ക് സേനാധിപതിയും വന്നു. അയാളുടെ കയ്യിൽ തുണി കൊണ്ട് മൂടിയ ഒരു വലിയ പാത്രമുണ്ടായിരുന്നു. മന്ത്രിയെയും സേനാധിപതിയെയും ഒരുമിച്ച് കണ്ട രാജാവ് ഒരു നിമിഷം ഒന്ന് ഞെട്ടി. രാജാവ് സേനാധിപതിയുടെ കയ്യിലുണ്ടായിരുന്ന പാത്രത്തിൻ്റെ തുണി മാറ്റി. അതിൽ കാവൽക്കാരൻ്റെ ശിരസായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ നിങ്ങളുടെ കയ്യിലല്ലേ ഓല കൊടുത്തു വിട്ടത്, പിന്നെങ്ങനെയാണ് ഈ കാവൽക്കാരൻ്റെ തല വെട്ടപ്പെട്ടത് എന്ന് രാജാവ് മന്ത്രിയോട് ചോദിച്ചു. രാജാവ് കൊടുത്തുവിട്ട ഓലയിൽ എഴുതിയിരുന്നത് ഈ ഓല കൊണ്ടുവരുന്ന ആളുടെ തല വെട്ടണം എന്നായിരുന്നു. അതിന് മന്ത്രി പറഞ്ഞു, മഹാരാജൻ, രാജാവിന് തെറ്റുപറ്റും, പക്ഷേ ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കിയ രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. സത്യമെന്തെന്ന് അറിയാതെ താൻ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് വളരെ വിഷമത്തോടെ മന്ത്രിയോട് രാജാവ് പറഞ്ഞു. മന്ത്രിയോട് മാപ്പപേക്ഷിച്ച രാജാവ് ഇനി എപ്പോഴും തൻ്റെ കൂടെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് മൂന്നാമത്തെ ഉപദേശം മന്ത്രിക്ക് ഓർമ്മ വന്നത്. ഞാൻ എൻ്റെ ചക്രവർത്തിയുടെ അടുത്തേക്ക് തിരികെ പോകുന്നു എന്നും പറഞ്ഞ് അടുത്ത നിമിഷം തന്നെ അവിടെ നിന്നും പോന്നു. ഇതായിരുന്നു അയാൾ പറഞ്ഞ 3 ഉപദേശങ്ങൾ. ഒന്നാമത്തെ ഉപദേശം, ഒരാളുടെ കുറ്റവും കുറവും ഒരിക്കലും മറ്റൊരാളോട് പറയാൻ പാടില്ല. അത് അനുസരിക്കാത്തത് കൊണ്ടാണ് മന്ത്രി ഈ പ്രശ്നത്തിൽ പെട്ടുപോയത്. ഒരാളെപ്പറ്റി നമ്മൾ മറ്റൊരാളോട് എന്തെങ്കിലും കുറ്റമോ കുറവോ പറയുമ്പോൾ അയാളത് മറ്റൊരാളോട് പോയി പറയും. പക്ഷേ അതൊരിക്കലും നമ്മൾ പറഞ്ഞതുപോലെ ആവില്ല. അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും പറയുന്നത്. അവസാനം അത് നമ്മളെ തന്നെ ബാധിക്കും, മന്ത്രിക്ക് സംഭവിച്ചതുപോലെ. രണ്ടാമത്തെ ഉപദേശം, ഏതൊരു വിഷയമായാലും ചെറുതായോ വിലയില്ലാതെയോ കാണരുത്. നമുക്കത് ചെറുതായിരിക്കും, പക്ഷേ മറ്റുള്ളവർക്ക് അത് വലുതും വാല്യബിളും ആയിരിക്കും. പല വീടുകളിലും ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഉണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം ഇതാണ്. ഭാര്യയ്ക്ക് വലുതായി തോന്നുന്ന പല കാര്യങ്ങളും ഭർത്താവിന് സാധാരണയായി തോന്നും. ഭർത്താവിന് മുഖ്യമായി തോന്നുന്ന പല കാര്യങ്ങളും ഭാര്യ പ്രാധാന്യം കൊടുക്കാറില്ല. മൂന്നാമത്തെ ഉപദേശം, നീ എന്താണെന്ന് മനസ്സിലാക്കാതെ നിന്റെ സ്വഭാവത്തെ സംശയിച്ച് ചോദ്യം ചെയ്യുന്ന ഇടങ്ങളിൽ ഒരിക്കലും നിൽക്കരുത്. നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരാളുടെ മുന്നിൽ എത്ര ആത്മാർത്ഥതയോടെ നിന്നാലും ഒരു കാര്യവുമില്ല. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾക്ക് പോലും
അവർ നിങ്ങൾക്ക് നേരെയായിരിക്കും വിരൽ ചൂണ്ടുന്നത്. ഈ 3 ഉപദേശങ്ങൾക്കും നിങ്ങൾ അനുസരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാനുള്ള ശേഷിയുണ്ട്.